അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതു കാഴ്ചപ്പാടോടെ വളർന്നു വരുന്ന പുതുകാല കുട്ടികൾ, അതേപോലെ തന്നെ രക്ഷിതാക്കൾ, ഇവർ തമ്മിൽ ആശയവിനിമയ രംഗത്ത് വല്ലാത്ത കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുതുകാലത്ത് മക്കളുമായിട്ട് എങ്ങനെയാണ് സംവദിക്കേണ്ടത്, അവരുടെ കൂട്ടുകാരായി മാറുക എന്നത് തന്നെയാണ് ഒരളവോളം നമ്മുടെ പരിഹാരമാർഗം. മക്കളോടുള്ള ചില സമീപന ശാസ്ത്രങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട്, ഓരോ കുട്ടിയും ഓരോ കുഞ്ഞു മനുഷ്യരാണ്. അവർക്ക് നമ്മളെപ്പോലെ തന്നെ സ്വന്തം വ്യക്തിത്വവും മനസ്സുമുണ്ട് എന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അവരുടെ മനസ്സ് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. സ്നേഹം, പരിഗണന, അഭിനന്ദനങ്ങൾ തുടങ്ങിയ മുതിർന്നവർ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അതൊക്കെയും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരെ സ്നേഹിക്കുക, അംഗീകരിക്കുക, അവരുടെ കൈ ചേർത്ത് പിടിക്കുക, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. രണ്ടാമതായി, പ്രധാനമായി വേണ്ടത് അവരുടെ കൂട്ടുകാരായി തീരുക എന്നതാണ്. തീരെ ചെറുപ്രായത്തിലെ എന്തും തുറന്നു പറയാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. അവരോടും നമ്മൾ ഇങ്ങനെ തുറന്ന് സംസാരിക്കുക. ഇത് ഒരളവോളം വലിയ ഒരു ഉപകാരം ചെയ്യുന്ന സംഗതിയാണ്. മൂന്നാമതായി, കുട്ടികളുടെ ആദ്യ മാതൃക മാതാപിതാക്കൾ തന്നെയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഓരോ വാക്കും, ഓരോ പെരുമാറ്റവും, ശീലവും, രീതിയും അവരിലൂടെ ആവർത്തിക്കപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളിൽ എന്തെങ്കിലും ഒരു ദുശ്ശീലമുണ്ട് എങ്കിൽ അത് സ്വയം മാറ്റാതെ കുട്ടികളെ തിരുത്താൻ ആവില്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കുക. 4, കുട്ടികൾക്ക് ആത്മവിശ്വാസം നൽകുക. അവരുടെ വാക്കുകൾ, നിർദ്ദേശങ്ങൾ എപ്പോഴും തേടുകയും അതിൽ സ്വീകരിക്കാൻ പറ്റുന്നത് നമ്മൾ സ്വീകരിക്കുകയും കഴിയാത്തത് എന്തുകൊണ്ടാണ് ഇത് പറ്റാത്തത് എന്ന് അവരെ കാര്യകാരണസഹിതം ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക. 5, അവർക്ക് ധൈര്യം നൽകുക. ആരെങ്കിലും അവരെ ദ്രോഹിക്കുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുകയാണ് എങ്കിൽ തുടരരുത് എന്ന് ഉറപ്പിച്ച് പറയാനുള്ള ധൈര്യം അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതും മാതാപിതാക്കളുടെ ദൗത്യമാണ്. 6, ശിക്ഷയല്ല തിരുത്തലാണ് കുട്ടികൾക്ക് നമ്മൾ നൽകേണ്ടത്. അടിച്ചും ഭീഷണിപ്പെടുത്തിയും അവരെ താൽക്കാലികമായി നേരെയാക്കാൻ പറ്റുമായിരിക്കാം, പക്ഷേ അത് സ്ഥിരം പരിഹാരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. 7ാമത്തെ പോയിൻ്റാണ്, കുട്ടികളെ ഒരിക്കലും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. ഒരാൾക്ക് മറ്റൊരാളെപ്പോലെ ആവാനോ മറ്റൊരാൾക്ക് ഇയാളെപ്പോലെ ആകാനോ കുട്ടികളുടെ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുട്ടികളുടെ വ്യക്തിത്വം അറിഞ്ഞുകൊണ്ട് അവരെ നയിക്കുകയാണ് ചെയ്യേണ്ടത്. 8ാമത്തെ പോയിൻ്റാണ്, ഇന്നത്തെ മിക്ക കുട്ടികൾക്കും പല ഘട്ടത്തിലുള്ള പഠനവൈകല്യങ്ങൾ ഉണ്ട്. പഠനവൈകല്യം ചികിത്സിക്കാവുന്ന ഒരവസ്ഥയാണ്. അതൊരു രോഗമല്ല. അടിച്ചു പഠിപ്പിക്കാൻ നോക്കാതെ അവരെ വിദഗ്ധരുടെ അടുത്ത് എത്തിക്കാൻ ശ്രമിക്കുക. അടുത്ത പോയിൻ്റാണ്, മൊബൈൽ ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ടെലിവിഷൻ്റെയും ഉപയോഗത്തിൽ ബുദ്ധിപൂർവമായ നിയന്ത്രണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എല്ലാ കുട്ടികളും ഉപയോഗിക്കുന്നത് നമ്മൾ കൂടി കാണുന്ന വീട്ടിലെ ഒരു പൊതുസ്ഥലത്താണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. 10ാമത്തെ പോയിൻ്റാണ്, നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാർ ആരൊക്കെയാണ് എന്ന് നമ്മൾ അറിയണം. അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവരുടെ പശ്ചാത്തലങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും വേണം. എന്നാൽ ഇതൊക്കെ ഒരു സൗഹാർദ്ദപരമായിട്ടാണ് നമ്മൾ നടത്തേണ്ടത്. 11ാമത്തെ പോയിൻ്റാണ്, കൗമാരഘട്ടം ശാരീരികവും മാനസികവുമായ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന കാലമാണ്. ഈ ഘട്ടത്തിൽ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതാപിതാക്കളോട് ഒരു തരത്തിലുള്ള വെറുപ്പ് കുട്ടികളിൽ ഈ ഘട്ടത്തിൽ ഉണ്ടാവും. ഇവിടെ ഏറ്റവും ഉചിതമായ മാർഗം അവരുടെ സുഹൃത്തായിരിക്കുക എന്നതാണ്. അതേസമയം ആവശ്യമുള്ളിടത്ത് കർക്കശക്കാരും ആകണം, നിയന്ത്രണവും വേണം. 12ാമത്തെ പോയിൻ്റ്, നമ്മുടെ കുട്ടികളെ നമ്മളൊന്ന് സ്പർശിച്ചിട്ട് എത്ര ദിവസമായി? നമ്മൾ അവരെ മാതാപിതാക്കളുടെ സ്പർശനം കുട്ടികൾ ആഗ്രഹിക്കാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് സ്പർശിക്കുകയും അവരെ തലോടുകയും ചെയ്യുക എന്നുള്ളത് അത് തന്നെ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം കൂടി തന്നെയാണ്. അവർക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസമാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ കുട്ടികളെ പരിപാലിക്കാൻ സാധിക്കും.